കുറേ നെഗറ്റീവ്സ് നമ്മുടെ വീടിനുള്ളിലുണ്ടാവും. പിന്നെ പലതരത്തിലുള്ള ജനങ്ങളാണ് നമ്മുടെ വീട് വയ്ക്കാൻ വരുന്നത്. അത് ജാതിയോ മതമോ അല്ല, അവരുടെ സ്വഭാവം. മദ്യപിക്കുന്നവരുണ്ടാവും, വിദ്യാഭ്യാസം കുറഞ്ഞവരുണ്ടാവും. ഇങ്ങനെ പല സ്വഭാവത്തിലുള്ളവരാണ് നമ്മുടെ വീട്ടിൽ കയറി ഇറങ്ങി വീട് പണിയുന്നത്. ഒരിക്കലും അവരുടെ തൊഴിലിനെയോ അവരുടെ ജാതിയോ മതത്തെയോ ചിന്തിച്ചിട്ടല്ല നമ്മളത് പറയുന്നത്. ഒരുപാട് നെഗറ്റീവ് എനർജി കൊണ്ടു നടക്കുന്നവരായിരിക്കും അവരൊക്കെ. അപ്പം ആ നെഗറ്റീവ് എനർജി പോകാൻ വേണ്ടിയിട്ടാണ് അവരെ ഒപ്പം അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണം. കാരണം അവരുടെ പ്രയത്നമാണ് നമ്മുടെ വീട്. നമ്മുടെ പണം മാത്രമേ ഉള്ളൂ, പ്രയത്നം മുഴുവൻ അവരുടെയാണ്. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തലേ ദിവസം തന്നെ അവർക്ക് വേണ്ട ഡ്രസ്സുകളും പൈസയും ഭക്ഷണവും എല്ലാം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാം. പക്ഷെ ഭൂമിയിലെ ആ നെഗറ്റീവ് എനർജി അവിടെ കിടക്കും. ആ നെഗറ്റീവ് എനർജി അപ്പോൾ ഈ പണിക്കാർ സന്തോഷിക്കുമ്പോൾ തന്നെ നമുക്ക് പകുതി സന്തോഷമായി. കാരണം അവർ നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, അവർക്ക് നന്നായി വരട്ടെ എന്ന് മാത്രമേ പണിക്കാർ തീർച്ചയായിട്ടും ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ പകുതി നെഗറ്റീവ് എനർജീസ് അവിടുന്ന് പമ്പ് കിടക്കും. പിന്നെ ബാക്കി ഭൂമിയിലുള്ള നെഗറ്റീവ് എനർജി മാറ്റാനാണ് നമ്മൾ ഗണപതി ഹോമം നടത്തും. ഗണപതി ഹോമം നടത്തുക എന്ന് പറഞ്ഞാൽ ചകിരിയും, ഇത് ഈ അന്ധവിശ്വാസം പറയുന്ന പോലുള്ള കാര്യമല്ല, ചകിരിയും ചാണകവരളിയാണ് ഗണപതി ഹോമത്തിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും പുകയ്ക്കുന്ന സാധനമാണ്. ഈ പുക കൊണ്ട് തന്നെ നമ്മുടെ വീടിനുള്ളിലുള്ള ബാക്ടീരിയാസ് എല്ലാം നശിക്കും. ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ഒരു പരിധി വരെ ബാക്ടീരിയാസാണ്. അതെല്ലാം അതിൻ്റെ ശാസ്ത്രമൊന്നും അറിയാതെ എല്ലാ അന്ധവിശ്വാസത്തെ പിടിച്ചിട്ടാണ് ഇന്ന് ജനം സംസാരിക്കുന്നത്, യുക്തിവാദികൾ. അല്ലാതെ വിശ്വാസമുള്ളവർക്ക് അത് വിശ്വാസമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.